Good morning, students. Warm welcome to our entrepreneurship development class. In our previous classes, we identified how can form a business organization, the different sources from which we get a business idea, and how ideas can be converted into opportunity. Okay, now as an entrepreneur, we got an opportunity. Next step is enterprise planning, that is selection of form of organization or which form of organization has to be startup. Our second chapter is enterprise planning. Second chapter is enterprise planning. In this chapter, we discusses about different forms of business organizations and their legal formalities to set up as an enterprise. The enterprise which is owned, controlled and managed by private individuals is known as private enterprises. Their ultimate aim is to making maximum profit. A private organization can be started as an sole proprietorship, partnership, joint stock company and cooperative society. The oldest and most commonly used form of business is sole proprietorship. The term sole means single. Here only one person is there who start and carrying out the business organization. The single person can take a profit or loss arising from business. ഇപ്പോൾ മുന്നേയുള്ള ക്ലാസ്സുകളിൽ നിന്നെല്ലാം നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ എങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാം, എങ്ങനെ ഒരു ബിസിനസ് ആശയത്തെക്കുറിച്ചിട്ട് നമുക്ക് അറിവ് കിട്ടുന്നു, എങ്ങനെ ഒരു ബിസിനസ് ആശയം അവസരമായിട്ട് മാറ്റാം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം അടുത്തതായിട്ട് ആ ഐഡിയ അല്ലെങ്കിൽ ആ അവസരം ഏത് രീതിയിലുള്ള സ്ഥാപനമായിട്ട് തുടങ്ങണം എന്നതിനെക്കുറിച്ച് ആലോചിക്കലാണ്. അപ്പം അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പാഠം എൻ്റർപ്രൈസ് പ്ലാനിംഗ് ആണ്, ആസൂത്രണമാണ്, സ്ഥാപനത്തെക്കുറിച്ചിട്ടുള്ള ആസൂത്രണം. സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന ബിസിനസ് സ്ഥാപനങ്ങളെ പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസ് എന്നാണ് പറയുന്നത്. സ്വകാര്യ വ്യക്തികളാണ് സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നതെങ്കിൽ അത്തരം സ്ഥാപനങ്ങളെ പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസ് എന്നാണ് പറയുന്നത്. ഇവിടെ നിക്ഷേപം നടത്തുന്നതും ബിസിനസ്സിലെ കാര്യങ്ങൾ നോക്കി നടത്തുന്നതും എല്ലാം സ്വകാര്യ വ്യക്തിയാണ്. ഇത്തരം സ്ഥാപനങ്ങളെല്ലാം തുടങ്ങുമ്പോൾ അതിൻ്റെ നിയമപരമായ നടപടികളെക്കുറിച്ചും ഗവൺമെൻറ് അത്തരം സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും എല്ലാം നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഗവൺമെൻറ് എല്ലാ സ്ഥാപനങ്ങൾക്കും ഉദാരമായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല. പക്ഷെ ചില സ്ഥാപനങ്ങളെ അതിൻ്റെ വലുപ്പം അതിൻ്റെ പ്രത്യേകതയൊക്കെ അനുസരിച്ച് അതിനൊരുപാട് ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. അപ്പം നമ്മൾ തുടങ്ങാൻ പോകുന്ന സ്ഥാപനം അങ്ങനെ ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ നൽകുന്ന തരം സ്ഥാപനമാണോ എന്നൊക്കെ അറിയണമെങ്കിൽ ഏത് രീതിയിൽ സ്ഥാപനമുണ്ട്, അതിന് ഗവൺമെൻറ് എന്തെല്ലാം പ്രയോറിറ്റീസ് നൽകുന്നതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതിനുശേഷം മാത്രമാണ് ഏത് രീതിയിലുള്ള സ്ഥാപനം തിരഞ്ഞെടുക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ പ്രൈവറ്റ് സെക്ടർ ആയിട്ട് തുടങ്ങാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ 5 രീതിയിലാണുള്ളത്. സോൾ ട്രേഡിംഗ് കൺസേൺ, ഒന്നാമതായിട്ട് സോൾ ട്രേഡിംഗ് കൺസേൺ, ഏകാംഗ വ്യാപാരം. രണ്ടാമതായിട്ട് പാർട്ട്ണർഷിപ്പ്, പങ്കാളിത്ത സ്ഥാപനം. മൂന്നാമത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, കൂട്ടുടമ കമ്പനികൾ. നാലാമത്തത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സംഘങ്ങൾ. മനുഷ്യർ ബിസിനസ് നടത്താൻ തുടങ്ങിയ കാലം തൊട്ട് ആദ്യമായി രൂപപ്പെട്ട ഏറ്റവും പുരാതനമായുള്ള ഒരു ബിസിനസ് പ്രവർത്തനമാണ് ഏകാംഗ വ്യാപാരം അല്ലെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അല്ലെങ്കിൽ സോൾ ട്രേഡിംഗ് ബിസിനസ് എന്നൊക്കെ പറയുന്നത്. ഇതിൽ ഒരു വ്യക്തി ഒറ്റയ്ക്ക് സ്ഥാപനം തുടങ്ങുക ചെയ്യുന്നത്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി കൊണ്ടുപോകുന്നതും ഈ ഒരു വ്യക്തിയായിരിക്കും. തുടങ്ങാനുള്ള നിക്ഷേപം നടത്തുന്നത് ഒരു വ്യക്തി തന്നെയാണ്. സ്ഥാപനത്തിൽ നിന്നുള്ള ലാഭവും നഷ്ടവും എടുക്കുന്നതും ഇയാൾ ഒറ്റയ്ക്കാണ്. എല്ലാവിധ ഭരണകാര്യങ്ങളും ചെയ്യുന്നതും ഒറ്റയ്ക്കാണ്. അത്തരം പ്രവർത്തനങ്ങൾക്ക് സ്വാഭാവികമായും ചില ഗുണങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളും ഉണ്ടാകും. Next we are going to discuss characteristics or features of sole proprietorship. ഏകാംഗ
വ്യാപാരത്തിൻ്റെ പ്രത്യേകതകൾ, സ്വഭാവങ്ങൾ, സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഫസ്റ്റ് പോയിന്റ് ഈസ് വൺ മാൻ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ. ഏകാംഗ ഉടമസ്ഥതയും നിയന്ത്രണവും. Here only one person is there who is the owner of the organization. He or she can control the activities of the business. The owner of the sole trading is known as sole proprietor or sole trader. Okay. ഏക വ്യക്തിയുടെ ഉടമസ്ഥതയിലാണ് ഈ ഒരു സോൾ ട്രേഡിംഗ് അല്ലെങ്കിൽ ഏകാംഗ വ്യാപാരം നടന്നു പോകുന്നത്. ഉടമസ്ഥതയും നിയന്ത്രണവും ഒക്കെ ഈ ഒരാളുടെ കയ്യിലായിരിക്കും. അതിൽ നിക്ഷേപിക്കുന്നത് അയാളാണ്. അതുകൊണ്ട് തന്നെ ആ ആൾ തന്നെയാണ് അതിൻ്റെ ഓണർ അല്ലെ ഉടമസ്ഥൻ. കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതും ഈ ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഒറ്റയ്ക്ക് നടത്തുന്ന ഇതിൻ്റെ ഉടമസ്ഥനെ സോൾ ട്രേഡർ അല്ലെങ്കിൽ പ്രൊപ്രൈറ്റർ എന്നാണ് പറയുക. ഇപ്പോൾ സോൾ ട്രേഡിംഗ് ബിസിനസ്സിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് സോൾ ട്രേഡർ ആണ് അല്ലെങ്കിൽ പ്രൊപ്രൈറ്റർ ആണ്. ഓക്കെ. സെക്കൻഡ് ഫീച്ചർ ഈസ് ഇൻഡിവിജ്വൽ ഫൈനാൻസിങ്. വ്യക്തിഗത നിക്ഷേപം. In sole proprietorship, all investment is made by the single person. ഏകാംഗ വ്യാപാരം ഒരാൾ തുടങ്ങുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലുള്ള നിക്ഷേപം, അതിൻ്റെ മൂലധനവും എല്ലാം നടത്തുന്നത് ആരാണ്? ഈ ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ വ്യക്തിഗതമായിട്ട് ഒരു വ്യക്തിയാണ് ഇതിലേക്കുള്ള നിക്ഷേപങ്ങളെല്ലാം നടത്തുന്നത്. Then third characteristics is no separate legal entity. This is a particular feature of sole proprietorship. There is no separate legal entity. That is, there is no separate legal existence for sole trader and business organization. The sole proprietor and proprietorship are one and the same. The death, insolvency and insanity of sole trader affect the existence of business organization. എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിലെ പ്രൊപ്രൈറ്ററും സ്ഥാപനവും ഇതിനും വ്യത്യസ്തമായ നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനത്തിൻ്റെ ഇതൊരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മയാണ്. അതായത് സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ അയാൾ ഭ്രാന്തനാവുകയോ പാപ്പരായിട്ടോ ഒക്കെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? സ്ഥാപനം അടച്ചു പൂട്ടേണ്ട അവസ്ഥ വരും. ഇതിന് നിയമപരമായിട്ടുള്ള അസ്തിത്വമില്ല. അതുകൊണ്ട് തന്നെ പ്രൊപ്രൈറ്ററും സ്ഥാപനവും ഒന്നായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. രണ്ടിനും വ്യത്യസ്തമായ നിലനിൽപ്പില്ല. ഓക്കെ. ദെൻ ഫോർത്ത് ഫീച്ചർ ഈസ് അൺലിമിറ്റഡ് ലയബിലിറ്റി. അപരിമിതമായ ബാധ്യത. ദർ ഈസ് നോ ലിമിറ്റ് ഫോർ ലയബിലിറ്റി. The proprietor is liable for all losses arising from the business. We cannot predict how much loss may be occurred in the business. All losses has to be suffered by the sole trader. Thus, liability is always unlimited. അപരിമിതമായ ബാധ്യത. എന്തു നഷ്ടം വന്നാലും എല്ലാം ഒരാൾ തന്നെ സഹിക്കണം. കൂടുതൽ കടങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വന്തം സ്വത്തുക്കൾ പോലും വിറ്റെന്ത് ചെയ്യണം? അവ വീട്ടിൽ തീർക്കേണ്ടി വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പരിധിയില്ലാത്ത ബാധ്യതയാണ് സോൾ ട്രേഡറിനുള്ളത്. ഏകാംഗ വ്യാപാരിയുടെ ബാധ്യത അപരിമിതമാണ് അല്ലെങ്കിൽ പരിധിയില്ലാത്തതാണ്. നെക്സ്റ്റ് ഫീച്ചർ ഈസ് സോൾ ബെനിഫിഷ്യറി. ഏക ഗുണഭോക്താവ്. The sole proprietor alone is entitled all the profits and losses of business. Always they will work hard to attain maximum profit. ഇപ്പോൾ ഏകാംഗ വ്യാപാരത്തിൽ ഒരാൾ തന്നെയാണ് സ്ഥാപനത്തിൻ്റെ ലാഭത്തിനും നഷ്ടത്തിനും എല്ലാം അർഹനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ഈ ലാഭം കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവർ പ്രയത്നിച്ചു കൊണ്ടേയിരിക്കും. Next main feature of this sole trading organization is easy formation and closure. എളുപ്പത്തിലുള്ള രൂപീകരണവും അടച്ചുപൂട്ടലും. There is no much legal formalities for starting a sole trading business, and also there is no much legal formalities for closure of a
സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഒരുപാട് നിയമക്കുരുക്കുകളൊന്നുമില്ല ഏകാംഗ വ്യാപാരം തുടങ്ങാൻ. മറ്റ് സ്ഥാപനങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ അത്ര തന്നെ നിയമക്കുരുക്കുകളില്ല. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ രൂപീകരിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ സ്ഥാപനം മതിയെ നിർത്താം, പൂട്ടാം എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ വൈൻഡപ്പ് ചെയ്ത് പോകാനും സാധിക്കുന്നതാണ്. അതിൻ്റെ ഒരു പ്രത്യേക ഗുണമാണ് ഇതിൻ്റെ. നെക്സ്റ്റ് 7th ഫീച്ചർ ഈസ് ലിമിറ്റഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. ലിമിറ്റഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ, കുറഞ്ഞ പ്രവർത്തന പരിധി. This form of business generally has a limited area of operation, limited financial availability and limited managerial abilities. സാധാരണഗതിയിൽ ഏകാംഗ വ്യാപാരം ഒരാൾ തന്നെ തുടങ്ങുന്ന പ്രവർത്തനം ആയതുകൊണ്ട് നിക്ഷേപം വളരെ കുറവായിരിക്കും, പ്രവർത്തന പരിധിയും കുറവായിരിക്കും, ഭരണശേഷിയും കുറവായിരിക്കും. ഇതെല്ലാം ഇതിൻ്റെ ചില പോരായ്മകളാണ്. കാരണം ഇവിടെ ഒരാൾ മാത്രമാണ് എല്ലാ കാര്യവും ചെയ്യുന്നത്. അയാൾക്ക് ചെയ്യാൻ കഴിയുന്നതിനൊരു പരിധിയുണ്ട്, നിക്ഷേപിക്കാൻ കഴിയുന്നതിനൊരു പരിധിയുണ്ട്. അപ്പോൾ ഒരുപാട് വലിയ വലിയ ഓപ്പറേഷൻ, വലിയ പ്രവർത്തനമായിട്ട് നമുക്കിത് നടത്താൻ സാധിക്കില്ല. അപ്പോൾ ഏരിയ ഓഫ് ഓപ്പറേഷൻ വളരെ പരിമിതമാണ്.